നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. 1952 പഴയ കിഴക്കൻ പാകിസ്ഥാനിൽ ഒരു സമരം നടന്നു. ബംഗാളി മാതൃഭാഷയായ സമൂഹത്തിനുമേൽ ഉറുദു ഔദ്യോഗിക ഭാഷയായി അടിച്ചേൽപ്പിക്കാൻ കറാച്ചിയിലെ സർക്കാർ നടത്തിയ നീക്കങ്ങൾക്കെതിരെ ധാക്ക സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ സംഘടിച്ചു. സമരം ചെയ്ത വിദ്യാർത്ഥികളെ സൈന്യം അടിച്ചമർത്തി. പട്ടാളത്തിന്റെ വെടിവെപ്പ് തുടങ്ങിയ ദിവസമാണ് ഫെബ്രുവരി 21. അന്നും പിറ്റേന്നുമായി പലവട്ടം വെടിവെപ്പുണ്ടായി. നിരവധി വിദ്യാർത്ഥികൾ മാതൃഭാഷയ്ക്കു വേണ്ടി രക്തസാക്ഷികളായി. കിഴക്കൻ പാകിസ്ഥാൻ പിന്നീട് ബംഗ്ലാദേശായി മാറിയതിന് ഊർജമായ പ്രക്ഷോഭമായിരുന്നു അത്. ബംഗ്ലാദേശ് ജനതയുടെ സ്വത്വബോധത്തിലെ ഭാഷ സ്വാഭിമാനം അന്തർദേശീയ തലത്തിൽ പിന്നീട് അംഗീകരിക്കപ്പെട്ടു. ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനമായി ലോകമെങ്ങും ആചരിക്കുന്നു. 7000-ലധികം ഭാഷകൾ സംസാരിക്കുന്ന മനുഷ്യർ ഈ ഭൂമുഖത്തുണ്ട്. ഇത് 90% ഭാഷകളും ഇന്ന് ഊർധൻ വിളിക്കുകയാണ്. 2001 7358 ഭാഷകൾ ഉണ്ടായിരുന്നുവെന്ന് ലോകത്തിലെ ഏറ്റവും സമഗ്രമായ ഭാഷാ കാറ്റലോഗായ എത്നാലോഗ് രേഖപ്പെടുത്തി. 2021 അവരുടെ കണക്കുപ്രകാരം 7139 ഭാഷകളാണ് ബാക്കിയുള്ളത്. 20 കൊല്ലം കൊണ്ട് 219 ഭാഷകൾ മരിച്ചുപോയി. 3045 ഭാഷകൾ ഇന്ന് ഭാഷാമരണ ഭീഷണി നേരിടുന്നുവെന്നാണ് എത്നാലോഗിന്റെ കണക്ക്. 2050 ആകുമ്പോഴേക്കും ഇന്നുള്ളതിൽ 90% ഭാഷകളും മരിക്കുമെന്ന് അവർ മുന്നറിയിപ്പ് തരുന്നു. ചുരുക്കി പറഞ്ഞാൽ ചെറുഭാഷകളുടെ ശവപ്പറമ്പാണ് നമ്മുടെ കാലം. ലോകത്തിന്റെ ചിന്തയും വ്യവഹാരങ്ങളും ഏകഭാഷയിലേക്ക് അല്ലെങ്കിൽ കുറച്ചു മാത്രം ഭാഷയിലേക്ക് ചുരുക്കപ്പെടുന്നു. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ സർവനാശ ഭീഷണി നേരിടുന്ന ഭാഷകളിൽ 10% ഇന്ത്യയിലാണ്. 300-ലേറെ ഇന്ത്യൻ ഭാഷകൾ മരണം കാത്തു കഴിയുകയാണ്. ഭാഷകൾ മരിക്കുന്നത് എങ്ങനെയാണ്? ലിംഗ്വിസൈഡ് എന്നൊരു വാക്കു തന്നെയുണ്ട് ഭാഷാമരണത്തെ പറ്റി. ജനപദങ്ങൾ ചിതറുമ്പോൾ അവരുടെ ഭാഷ സ്വാഭാവികമായും മരിക്കും. ചിലതിന് വലിയ ഭാഷകളും സംസ്കാരങ്ങളും വിഴുങ്ങും. മറ്റു ചില ഭാഷകളാകട്ടെ കൊല്ലപ്പെടും. ചരിത്രത്തിലെന്നും അധികാരത്തിന് വ്യത്യസ്തതകളോട് വെറുപ്പായിരുന്നു. അതുകൊണ്ട് ഏകഭാഷയ്ക്ക് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരു ഭാഷയെ മാത്രം പ്രോത്സാഹിപ്പിക്കുകയും അത് ക്രമേണ പ്രാദേശിക ഭാഷകളെയും ഭാഷാഭേദങ്ങളെയും വിഴുങ്ങി തീർക്കുകയും ചെയ്യും. നിരവധി ഉപദേശീയതകളും അവിടെയെല്ലാം നൂറുകണക്കായ ഭാഷകളും ഭാഷാഭേദങ്ങളുമുള്ള നാടാണ് നമ്മുടെ ഇന്ത്യ. പ്രാദേശിക ഭാഷകൾക്കുമേൽ ഹിന്ദിയെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ പണ്ടു മുതലേയുണ്ട്. അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം ഒന്ന് പിൻവാങ്ങുന്ന സർക്കാർ വീണ്ടും ഏകഭാഷയെന്ന ആവശ്യം ഉയർത്തുകയാണ്. പഠനഭാഷയും ഭരണഭാഷയും കോടതി വ്യവഹാരങ്ങളുമെല്ലാം ഭൂരിപക്ഷത്തിന്റെ ഭാഷയിൽ, അതായത് ഹിന്ദിയിൽ വേണമെന്ന് ആഗ്രഹം കേന്ദ്ര സർക്കാർ ഈ അടുത്ത് വീണ്ടും ഉയർത്തുന്നുണ്ടായിരുന്നു. ഏകഭാഷാ അധികാരത്തോട് കലഹിക്കേണ്ടത് ഭാഷാ മൗലികവാദം കൊണ്ടല്ല, മറ്റു ഭാഷകളോടുള്ള വിരോധം കൊണ്ടുമല്ല. എല്ലാ ഭാഷകളെയും അംഗീകരിച്ചും നമ്മുടെ ഭാഷയെ ആഘോഷിച്ചുമാകണം. ഭാഷ മരിക്കുകയെന്നത് ലളിതമായൊരു സംഗതിയല്ല. കേവലരായ കുറച്ചു മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ലിപി മാത്രമല്ല മരിച്ചു പോവുക, അവരുടെ ജീവന്റെ സ്വത്തും നേരുമാണ്.